നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ UDF പ്രതിരോധത്തിൽ തന്നെയാണുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും UDF പ്രചരണത്തെ ഒന്ന് ഉണർത്താനോ പ്രതിപക്ഷത്തിന് ആവശ്യമായുള്ള വിഷയങ്ങൾ നൽകാനോ കഴിയുന്നില്ല. UDF പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പരാമർശമാണെങ്കിൽ സെൽഫ് ഗോളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. സാമൂഹ്യക്ഷേമ പെൻഷൻ LDF സർക്കാർ വോട്ടർമാർക്ക് നൽകുന്ന കൈക്കൂലിയാണ് എന്നുള്ള വേണുഗോപാലിന്റെ പരാമർശത്തിനെതിരെ നിലമ്പൂരിലും കേരളം ഒട്ടാകെ രോഷം അലയടിക്കുക തന്നെയാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കോൺഗ്രസ് പുലർത്തുന്ന നിഷേധാത്മക നിലപാട് ചർച്ച ചെയ്യാൻ ഇതൊരു അവസരം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതിനിടെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വഴിക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കട്ടിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മൃഗവേട്ടക്കാർ സ്ഥാപിച്ച ഒരു പന്നിക്കിടയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ചിട്ടുണ്ടായിരുന്നത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും ക്രിമിനൽ കേസ് പ്രതിയുമായ വിനീഷ് ഇത് സംബന്ധിച്ച കേസിൽ അറസ്റ്റിലും ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവത്തെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് വിശേഷിപ്പിച്ച് ഹീനമായ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയാണ് UDFിലെ നേതാക്കൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. വസ്തുതകളും തെളിവുകളും ഓരോന്നായി പുറത്തു വന്നതോടെ UDFിന്റെ രാഷ്ട്രീയ കളി പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ നടത്തിയ നാടകങ്ങൾ വലിയ ഒരു ചോദ്യചിഹ്നമായി കേരള മനസാക്ഷിക്ക് മുന്നിൽ നിൽക്കുക തന്നെയാണ്. കോൺഗ്രസുകാരനായ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുക തന്നെയാണ് UDF നേതാക്കൾ നിലമ്പൂർ ടൗണിൽ അർദ്ധരാത്രി റോഡ് ഉപരോധിച്ച് ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുവർണാവസരം വീണ് കിട്ടി എന്നുള്ള ഒരു രീതിയിലാണ് UDF നേതാക്കൾ എല്ലാവരും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ടവരെ കാണാൻ ആശുപത്രിയിലെത്തിയ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ തടഞ്ഞും UDFുകാർ പ്രകോപനത്തിന് ശ്രമിക്കുകയായിരുന്നു. വനം വൈദ്യുതി വകുപ്പുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ശ്രമിച്ചത് അവരുടെ പഴയകാല ചെയ്തികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വനിതാ സ്ഥാനാർത്ഥിയുടെ മുടിമുറിച്ച സംഭവം, യൂണിവേഴ്സിറ്റി കോളേജിലെ ചാപ്പകുത്തൽ, MLA ആയിരുന്ന ശെൽവരാജിന്റെ വീടിന് തീയിടൽ എന്നീ കേസുകളിൽ അന്വേഷണം എത്തിച്ചേർന്നത് ആരോപണം ഉന്നയിച്ചവരിൽ തന്നെയാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണമായി പ്രചരിപ്പിച്ച നാദാപുരം തെരുവുപറമ്പ് ബലാത്സംഗ കേസ് കെട്ടുകഥയായിരുന്നുവെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. AKG സെന്റർ ആക്രമണ കേസിൽ കോൺഗ്രസ് നടത്തിവന്ന കുപ്രചാരണം പ്രതിയെ പോലീസ് പിടികൂടിയതോടെ പൊളിയുകയും ചെയ്തിരുന്നു. LDFിനെതിരെ, പ്രത്യേകിച്ച് CPIMനെതിരെ വലതുപക്ഷം നടത്തിവരുന്ന നുണപ്രചാരണങ്ങളുടെ പട്ടിക എഴുതിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലും തീരുകയില്ല. 2021 LDFിന് ജനങ്ങൾ തുടർഭരണം നൽകിയതോടെ അങ്കലാപ്പിലായ UDF നട്ടാൽ കുരുക്കാത്ത നുണകളാണ് ഓരോ ദിവസവും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിച്ചമച്ച ആരോപണങ്ങൾ നീതിപീഠങ്ങൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞ എത്രയോ ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ളത്. ആശയങ്ങളും നയങ്ങളും തമ്മിലുള്ള മത്സരമാണ് രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പുകളിലും നടക്കേണ്ടത്. സ്വന്തം നിലപാടുകളിൽ വിശ്വാസം ചോരുമ്പോഴാണ് അസത്യ പ്രചാരണത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് തന്നെ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദീർഘകാലമായി ആശയപരമായി അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനക്ഷേമത്തിനായി ക്രിയാത്മക സമീപനം സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. മറിച്ച് വിദ്വേഷ അസത്യ പ്രചാരണങ്ങളിൽ സംഘപരിവാറിനെ മറികടക്കുന്ന വിധത്തിൽ തന്നെയാണ് UDF സംവിധാനം മൊത്തത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. സങ്കുചിത രാഷ്ട്രീയ നേട്ടം മാത്രം ലക്ഷ്യമിട്ടാണ് ഏത് സംഭവത്തിലും UDFന്റെ ഒരു പ്രതികരണം എന്നത് നമുക്ക് എപ്പോഴും എടുത്തു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. കേരളത്തിന്റെ ദീർഘകാല താല്പര്യങ്ങൾക്ക് ഹാനികരം വരുത്തുന്ന ഈ നിലപാട് തിരുത്താൻ തയ്യാറാകാത്ത പക്ഷം ജനങ്ങൾ അവരെ പാഠം പഠിപ്പിക്കും എന്നുള്ളത് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് നിലമ്പൂരിൽ വ്യക്തമാവുകയും ചെയ്യും.